Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ സെം രജിസ്ട്രേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ്. സോ നമുക്ക് എന്തെങ്കിലും ആ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ BCom BBA 5th സെമസ്റ്ററിലെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് ഇൻടേക്ക് 5 അഞ്ചാം സെമസ്റ്റർ FY UGP UG PG എല്ലാ പ്രോഗ്രാമുകളുടെയും സർവകലാശാലയുടെ പ്രോഗ്രാമുകളുടെ പഠിതാക്കൾക്ക് അഞ്ചാം സെമസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള തീയതികൾ താഴെയുണ്ട്. ഫൈനില്ലാതെ 22/8/2026 മുതൽ 3/9/2026 വരെ 100 രൂപ ഫൈനോടുകൂടി 5/9/2026 മുതൽ 9/9/2026 വരെ, സൂപ്പർ ഫൈനോടുകൂടി 11/9/2026 മുതൽ 15/9/2026 വരെ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഡീറ്റെയിൽസ് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ സബ്ജക്ട്സ് ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, BComൻ്റെയും BBAയുടെയും. അപ്പോൾ ആദ്യം തന്നെ BCom നോക്കാം കേട്ടോ. BCom 5th സെമസ്റ്ററിൽ നമുക്ക് വരുന്ന സബ്ജക്ട്സ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോബ്ലം പേപ്പർ ആണ്, കമ്പൽസറി പ്രോബ്ലം പേപ്പർ. ദെൻ ഇൻകം ടാക്സ് 1 അഗെയിൻ പ്രോബ്ലം പേപ്പർ. അപ്പോൾ ഇത് രണ്ടും പ്രോബ്ലം പേപ്പർ ആയിട്ട് വരുന്നു 5th സെമസ്റ്ററിൽ കേട്ടോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സബ്ജക്ട്സ് ആണ്. ഇനി ഇലക്റ്റീവ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ മുമ്പ് ഫിനാൻസ് എടുത്തിട്ടുള്ള കുട്ടികൾ ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് മാർക്കറ്റ്സ് ഇതെടുക്കുക. ഇപ്പോൾ ഫിനാൻസ് പഠിക്കാൻ ഏറ്റവും കൂടുതൽ കുട്ടികളെടുത്ത് ഞാൻ പറയാറുണ്ട്, അതിന് സ്കോപ്പ് അല്ലേ കുറച്ചും കൂടി കൂടുതലാണ്. ഓപ്പറേഷൻ ആണെങ്കിൽ ആ ഒരു പേപ്പർ, ലോജിസ്റ്റിക്സ് ആണെങ്കിൽ അത് കേട്ടോ. ദെൻ മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കമ്പൽസറി പേപ്പർ. അപ്പോൾ ഇങ്ങനെ 1 2 3 4 4 സബ്ജക്ട്സ് ആണ് 5th സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, BComന്. ഇനി BBAയുടെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യം വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, മേജർ. പിന്നെ ബിസിനസ് എൻവയോൺമെൻറ്റ്. ദെൻ ഇലക്റ്റീവിൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ സർവീസ് മാർക്കറ്റിംഗ്, HR ആണെങ്കിൽ ടാലൻ്റ് ആൻഡ് നോളജ് മാനേജ്മെൻറ്റ്, ദെൻ ലോജിസ്റ്റിക്സിന് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ്. മൈനർ ഡിസിപ്ലിനിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോസ്. അപ്പോൾ ഇതൊക്കെയാണ് 5th BBAക്ക് വരുന്ന പേപ്പറിൻ്റെ ഡീറ്റെയിൽസ്. ടോട്ടൽ 4 സബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന എക്സാമിന് ശേഷം 4th കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ 5th പഠനം ആരംഭിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്ഥാപനം ഈ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.